റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഗിമ അൻഫു തുമ്മ റഗിമ അൻഫുഹു, മൂക്ക് മണ്ണിൽ കുത്തട്ടെ, മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന് 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഖീല മൻ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അയാൾ? മൂക്ക് മണ്ണിൽ തട്ടെന്ന് പറഞ്ഞാൽ നശിച്ചു പോകട്ടെ, അയാൾക്ക് നഷ്ടം സംഭവിക്കട്ടെ എന്ന് പറയാൻ അറബിയിലുള്ള പ്രയോഗമാണിത്. റഗിമ അൻഫു, മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന്. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ആരാണ് നബിയെ അങ്ങ് ഉദ്ദേശിച്ചത്? മൻ അദ്റക അബവൈഹി ഇൻദഹു, മൻ അദ്റക അബവാഹു ഇൻദഹു അൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. ഭയങ്കര ഹദീസാണ്. വൃദ്ധസദനങ്ങളൊന്നും പിന്നെ ആവശ്യമില്ല. അവനവന്റെ വീട്ടിലുള്ള സൗകര്യത്തിൽ ഉമ്മാനി വാപ്പാനെ നോക്കുക. ഒരാൾ അദ്റക അബവാഹു ഇൻദഹുൽ കിബറ, അവന്റെ അരികത്താണ് ഉമ്മാക്കും വാപ്പാക്കും വാർദ്ധക്യം വന്നെത്തിയത്. ഉമ്മാക്കും വാപ്പാക്കും വാർദ്ധക്യം വന്നു അവന്റെ അരികത്തായിരിക്കെ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ഉമ്മയും വാപ്പയെയും അവന്റെ കൂടെ അവൻ ജീവിപ്പിച്ചു. അഹദുഹുമാ, ഉമ്മ മാത്രം, ഔ കിലാഹുമാ, അല്ലെ ഉമ്മയും വാപ്പയും, അല്ലെ വാപ്പ മാത്രം ഉമ്മ മരിച്ചിട്ടുണ്ട്, അല്ല രണ്ടുപേരോ ഒരാളോ ഇവന്റെ കൂടെ ജീവിച്ചു. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്. ഉമ്മ എന്റെ കൂടെ താമസിക്കണം, ഉമ്മ എന്റെ പേരിൽ താമസിക്കണം, ഉമ്മാനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങൾ. മാഷാ അല്ലാഹ്, അല്ലാഹു അവർക്കൊക്കെ നല്ല ജസാ ഖൈർ ചെയ്യട്ടെ, ആമീൻ. എത്രയോ ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. നേരെ മറിച്ചുണ്ടാവും, ഉമ്മ വാപ്പ നോക്കാൻ നമ്മൾക്കുണ്ടാവില്ല, അമ്മ ഗൾഫ് പോവുകയാണ് എന്നുകൊണ്ട് എന്ത് ചെയ്യാ, ഞാൻ പോരാണെങ്കിൽ എന്തെങ്കിലും വിശാന്തക്കി എന്ന് പറഞ്ഞ് പെണ്ണ് മാപ്പിളുടെ ഒപ്പം കൂടിയിട്ടുണ്ടാവും. എന്തേ മാന വാപ്പാനെ നോക്കാനാവില്ല എന്ന് വെച്ചിട്ടേ എച്ചിലായി പോകണം. അങ്ങനെ രക്ഷപ്പെട്ട് വന്നവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ആലം. അവിടെ എന്നാ നോക്കേണ്ടി വരും. അതുകൊണ്ട് റഗിമ അൻഫു, മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന് 3 പ്രാവശ്യം. നഷ്ടമാണ് പറ്റിയത്. ആരുടെ കൂടെയാണോ ഉമ്മയും വാപ്പയും വാർദ്ധക്യത്തിലാവുകയും ഫലം യുദ്ഖിലാഹുൽ ജന്ന, എന്നിട്ട് ഇവന് സ്വർഗത്തിൽ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന് നഷ്ടം തന്നെയാണ്. ഉമ്മയും വാപ്പയും വീട്ടിൽ വാർദ്ധക്യത്തിൽ ഉണ്ടായിരിക്കെ അവരെ നോക്കിയാൽ ഇവന് സ്വർഗം കിട്ടുമായിരുന്നു. എത്രയോ കുറ്റങ്ങൾ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അല്ലാഹു ഉമ്മയും വാപ്പയെ നോക്കിയാൽ ഇതിന്റെ കൂലി കൊണ്ട് പുറത്തു തന്നേക്കാം. അതവൻ ചെയ്യാതെ ഉമ്മയും വാപ്പയെ നോക്കിയില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. മരിച്ചപ്പം പിറ്റേന്ന് തന്നെ എത്തി സ്വത്ത് ഊരി വെക്കാനുള്ള ചർച്ചക്ക്. ലം യുദ്ഖിലാഹുൽ ജന്ന, സ്വർഗത്തിൽ പോവാനുള്ള ഭാഗ്യം വാപ്പയും ഉമ്മയും നോക്കിയിട്ട് കിട്ടാത്ത മനുഷ്യന് നഷ്ടമാണ്, പിന്നെയും നഷ്ടമാണെന്ന് പറഞ്ഞത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ നോക്കണം. പ്രായം വരുമ്പോ അവരെ നോക്കുക. വാർദ്ധക്യം നമുക്ക് സ്വർഗം കിട്ടാനുള്ള വഴി നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്. അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്, ഡോക്ടറെ കാണിക്കുന്നത്, കൊണ്ടുവരുന്നത്, പോകുന്നതൊക്കെ അങ്ങനെയാണ്. ഉമ്മയും വാപ്പയ്ക്കും വേണ്ടി ദുആ ഇറക്കണമെന്ന് പറഞ്ഞില്ലേ? വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, പടച്ചവനെ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നെ വളർത്തിയതുപോലെ നീ അവരോട് റഹ്മത്ത് ചെയ്യണമേ. കമാ റബ്ബയാനി സഗീറാ, എന്നെ വളർത്തിയല്ലോ, മരിക്കാതെ മതി. എന്നോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം, എന്നോട് കരുണയോടുകൂടെ വളർത്തി എന്നൊന്നുമില്ല, എന്നെ വളർത്തിയിട്ടുണ്ടല്ലോ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ഉമ്മയും വാപ്പയും വായിലേക്ക് വെള്ളം വെച്ചെന്നില്ലായിരുന്നെങ്കിൽ മരിച്ചു പോകുന്നൊരു പ്രായം. കൊച്ചുകുട്ടികളൊക്കെ അങ്ങനെയല്ലേ. ചെറിയ മക്കൾക്ക് എന്തറിയാൻ പറ്റും? നമ്മൾ ചെറിയ മക്കൾക്ക് അറിയാം ഇവർ അബുദാബിയിലപ്പോൾ ഉള്ളത്, ഇവിടെ വരാൻ വിസ വേണമെന്നും ടിക്കറ്റ് വേണമെന്നും. നമ്മൾ വേറെ നാട്ടിലാന്ന കുട്ടികൾക്ക് അറിയാം, ഇവർക്കൊന്നും അറിയില്ലല്ലോ, ചെറിയ മക്കളല്ലേ. കുട്ടികളെ ഉമ്മയുടെയും വാപ്പയുടെയും റഹ്മത്തില്ലെങ്കിൽ അവർക്ക് വളരാൻ പറ്റൂല. അവർക്ക് സംരക്ഷണം, അവർക്ക് ഭക്ഷണം, അവർക്ക് വെള്ളം, ഇതൊക്കെ ഉമ്മ കൊടുക്കണ്ടേ, വാപ്പ കൊടുക്കണ്ടേ. അപ്പൊ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ തന്നുവല്ലോ, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് റബ്ബേ നീ അവർക്ക് റഹ്മത്ത് ചെയ്യ് എന്ന് എപ്പോഴും ദുആ ഇറക്കണമെന്ന. റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലാഹു തആല തീർച്ചയായും നിങ്ങളോട് നിർബന്ധപൂർവ്വം ഏൽപ്പിച്ചിരിക്കുകയാണെന്ത്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ഉമ്മാക്കും വാപ്പാക്കും നന്മ ചെയ്യണം. അപ്പോൾ ഉലമാ പറയാണ് നിസ്കരിക്കുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. ഉടനെ പറഞ്ഞു ഉമ്മാക്കും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, ഉമ്മാക്കും വാപ്പാക്കും നന്മയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ നിസ്കാരത്തിന്റെ കൂടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ദ്വാരക്കുമ്പോ എന്റെ ഉമ്മാക്കും വാപ്പാക്കും പുറത്തു കൊടുക്കണമേ എന്ന് ദ്വാരക്കും ചെയ്താൽ ഈ ഖുർആനിന്റെ കൽപ്പന നമ്മൾ അംഗീകരിച്ചു, നമ്മൾ പ്രവർത്തിച്ചു എന്ന് വരും. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, അവന് ഇബാദത്ത് ചെയ്യണം. ഉടനെ തന്നെ എന്ത് പറഞ്ഞു? ഉമ്മാക്കും വാപ്പാക്കും നന്മയും ചെയ്യണം. അപ്പൊ എല്ലാ നിസ്കാരം കഴിഞ്ഞാലും നിസ്കാരത്തിന്റെ കൂടെ എന്ത് ചെയ്യുക? ഉമ്മാക്കും വാപ്പാക്കും ദുആ കൊടുക്കുക. എന്തേ നിസ്കരിക്കാൻ പറഞ്ഞ അല്ലാഹു അല്ലേ? ഉമ്മയും വാപ്പയെ നോക്കണം എന്ന് പറഞ്ഞതും അല്ലാഹു ആണ്. അതുകൊണ്ട് ചെയ്യും. ഉമ്മയും വാപ്പിന് എന്ത് സ്വഭാവക്കാരായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നു. യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായവരെ,
അല്ലാത്തവരെ, ലഖദ് ബലഗ ബിർരി ബി ഉമ്മി, എന്റെ ഉമ്മാക്ക് ഞാൻ ഒരുപാട് സേവനം ചെയ്തു ഉമർ എന്നവരെ. അന്നഹാ ലാ തഖ്ദി ഹാജതഹാ ഇല്ലാ വളഹിരി ലഹാ മതിയാ, എന്റെ പുറം വാഹനമായി ഉപയോഗിക്കാതെ ഒരു കാര്യവും എന്റെ ഉമ്മാക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ ഉമ്മയെ ഞാൻ പുറത്തു കൊണ്ടുപോകണം. വീൽ ചെയർ ഒന്നുമില്ലല്ലോ, എന്റെ പുറത്ത് ഞാൻ കൊണ്ടുപോകും. അഹ്മിലുഹാ, ഉമ്മയെ ഞാൻ ചുമക്കുന്നുണ്ട്. വഅദ്ഹബു ബിഹാ ഇലൽ മിർഹാദി, ടോയ്ലറ്റിലേക്ക് വരെ ഉമ്മയെ ഞാനാണ് പൊക്കിക്കൊണ്ടുപോകുന്നത്. ഖമാ കാനത് തഫ്അലു ബി ഫിസ്ഗരി, ഞാൻ കുട്ടിയായിരുന്നപ്പോ എന്നെ ഉമ്മ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അല്ലെ, കുട്ടികൾക്ക് പാമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പേരാണ്. ഡയാപ്പർ എന്നല്ല പറയേണ്ടത് അല്ലേ? ടൂത്ത് പേസ്റ്റിനൊക്കെ കോൾഗേറ്റ് എന്ന് പറഞ്ഞ മാതിരി കുട്ടികളുടെ ആ ഡയാപ്പറിനൊക്കെ നമ്മൾ പാമ്പേഴ്സ് എന്നാ പറയാ. കമ്പനിക്കാർ നമുക്കൊല്ലം തരണം, ഇങ്ങനെ വർഷം ചെയ്യണില്ലേ. അപ്പൊ ഡയാപ്പേഴ്സ് ഒക്കെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? കുട്ടികളുടെ അതൊക്കെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കി കൊടുക്കണല്ലേ ഉമ്മാരെ, കുട്ടികൾ എടുത്തുകൊണ്ട് പോകുന്നില്ലേ? എന്ന പോലെ ഉമറന്നവരെ, എന്റെ ഉമ്മയെ ഞാൻ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബാത്റൂം എന്ന് പറഞ്ഞ പിന്നെ മതി, ബാക്കി എല്ലാം ഉമ്മാക്ക് ഇയാൾ ചെയ്തു കൊടുക്കണം. അത്രക്ക് ഞാൻ ഉമ്മാക്ക് നന്മ ചെയ്തിട്ടുണ്ട് ഉമറന്നവരെ. എനിക്ക് എന്തൊക്കെയാണോ ഉമ്മ ചെയ്തു തന്നത് അത് ഞാൻ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഉമ്മയോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തു കഴിഞ്ഞുവോ? എന്റെ തോളിലേറ്റിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ വരെ ഉമ്മയെ കൊണ്ടുപോകുന്നത്. ഉമ്മ അങ്ങനെ ചെറുപ്പത്തിൽ എന്നെ കൊണ്ടുപോയിരുന്നല്ലോ. ഇതൊക്കെ ചെയ്തിട്ട് ഉമ്മായോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തുവോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, ചെയ്തിട്ടില്ല. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഫിഖഹാണ്. ബഹുമാനപ്പെട്ടവരെ മനസ്സിലാക്കുന്ന വിഷയം, ഇന്നഹാ കാനത് തഫ്അലു ബികദാലിക വതതമന്നാ ലക ഉംറൻ തവീല, നീ കുഞ്ഞായിരുന്നപ്പോ നിന്നെ ബാത്റൂമിൽ കൊണ്ടുപോയത്, നിനക്ക് ഭക്ഷണം തന്നത്, നിന്നെ എടുത്തുമ്മ നടന്നതൊക്കെ നീ വലുതാവണം, നീ വലിയ ആളാവണം, നിനക്ക് ആയുസ്സുണ്ടാവണം. പനി വരുമ്പോഴേക്കും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് നീ പെട്ടെന്ന് മരിച്ചേക്കണ്ട. ഇതിനെ ഡോക്ടറെ കൊണ്ടുപോകുന്നത് നീ പെട്ടെന്ന് മരിച്ചേക്കണ്ട, നീ ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ് നിന്റെ ഉമ്മ ഇതൊക്കെ ചെയ്തതെങ്കിൽ നീ ഉമ്മാക്ക് ചെയ്യുമ്പോ, ഇത്രയും പ്രായമുള്ള ഉമ്മാക്ക് നീ ചെയ്യുമ്പോ, ഉമ്മ ഒരു പക്ഷേ നാളെ മരിക്കും, മറ്റന്നാൾ മരിക്കും, അധിക കാലമൊന്നും ഇല്ലല്ലോ, കുറച്ചു കാലമല്ലേ ഉള്ളൂ, ഉമ്മ മരിക്കുമല്ലോ എന്ന പ്രതീക്ഷയിലല്ലേ നീ ഈ ചെയ്യുന്നത്. നിന്റെ ഉമ്മ നിനക്ക് ചെയ്തെന്നത്, നിനക്ക് ജീവനുണ്ടാകണം, നീ മരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഉമ്മ ചെയ്തതും നീ ചെയ്തതും ഒരുപോലെയല്ല എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയാണ്. വലിയമാക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ ICU ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ് മക്കളൊക്കെ ഗൾഫിൽ നിന്ന് അബുദാബിന്ന് ടിക്കറ്റ് നാട്ടിൽ വന്നു. നാട്ടിൽ എല്ലാവരും ഓടിക്കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മനസ്സിൽ എന്തായാലും 10 ദിവസത്തെ എമർജൻസി എടുത്തിട്ടാ വന്ന്. ഇതിന്റെ ഇടയ്ക്ക് ഉമ്മ വച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അല്ലേ? ഇങ്ങനെയല്ലേ സംഭവിക്കാറുള്ളത്? തിരിച്ചു പോരുമ്പോ ബേജാറിഞ്ഞിപ്പോ ഞാൻ പോന്നിട്ട് ഉമ്മാക്ക് പോന്നതിന് ശേഷം മരിക്കേ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഉമ്മ ആയുസ് കിട്ടി ആഫിയത്തോടുകൂടെ വീട്ടിൽ തിരിച്ചെത്തിയ പഠിച്ചോനാ ടിക്കറ്റിന്റെ കാശൊക്കെ എത്രയാ പോയത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊന്നും ഉമ്മാക്ക് ചെയ്യുന്ന സേവനമായിട്ടില്ല. നമ്മുടെ മനസ്സിൽ ഉമ്മ മരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അവർ മരിച്ചു കിട്ടണം എന്നല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമല്ലോ എന്നുള്ള ആശ്വാസം. വല്ലാതെ കുറച്ചല്ലേ ഉള്ളൂ, ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ മരിക്കുമല്ലോ. നിന്റെ ഉമ്മ നോക്കിയത് അങ്ങനെയല്ല. എന്റെ കുട്ടി ഒരുപാട് ജീവിക്കണം, അതിനാ നല്ല ഫുഡ്, നല്ല ഭക്ഷണം അല്ലേ? കണ്ടാമിനേറ്റഡ് ഭക്ഷണം കൊണ്ടുവരുന്നില്ല വാപ്പിയമ്മ. എന്റെ കുട്ടിക്ക് അസുഖം വരരുത്, മരിച്ചു പോണ്ട. എന്ത് ചെയ്യാ? കുട്ടിക്ക് നല്ല ആരോഗ്യം വേണം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, എല്ലാം നല്ല ക്വാളിറ്റി. ഇതൊക്കെ ഉമ്മ ചെറുപ്പത്തിൽ ചെയ്തത് അങ്ങനെയാണ്. നീ വാർദ്ധക്യത്തിൽ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ അല്ലല്ലോ, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഉമ്മക്ക് ഹക്ക് നീ വീട്ടി എന്ന് പറയാനായിട്ടില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അല്ലാഹ്. മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങൾ നേരം വെളുത്താൽ വാപ്പയോട് ഉമ്മയോട് വന്ന് പറയും, യാ അബത്തി, അല്ലെങ്കിൽ യാ ഉമ്മ, ഉമ്മ അല്ലെങ്കിൽ എന്റെ വാപ്പ, യർഹമുക്കല്ലാഹ് കമാ റബ്ബൈതനി സഗീറ, വാപ്പ നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വളർത്തിയല്ലോ. ചെറുപ്പത്തിനോട് റഹ്മത്ത്. വാപ്പ എന്നെ കുറെ അടിച്ചിട്ടുണ്ട് അന്നല്ല പറയണം, നിങ്ങളെ വളർത്തിയിട്ടുണ്ടല്ലോ, മതി, അടിച്ചോട്ടെ, ഒന്നും കുഴപ്പമില്ല, നിങ്ങളെ വളർത്തിയിട്ടുണ്ടല്ലോ. യാ അബതി യർഹമുക്കല്ലാഹ് കമാ റബ്ബൈതനി സഗീറ, വാപ്പയെ കാണും പറയണം, വാപ്പ ഇന്ന് രാവിലെ നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, നിങ്ങൾ എന്നെ വളർത്തിയില്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കാണത്. ഉമ്മയ്ക്കും വാപ്പയ്ക്കും നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ലത് പറയ അവരോട്. അപ്പൊ വാപ്പ തിരിച്ചു പറയും, യാ ബുനയ്യ, അല്ലയോ മോനെ, വഅൻത യർഹമുക്കല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഖമാ ബറർതനി കബീറാ, എനിക്ക് പ്രായം വന്നപ്പോൾ നീ എന്നെ നോക്കിയില്ലേ, ഇൻഷാ അല്ലാഹ് ഇതിന് പകരം മോൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് വാപ്പ തിരിച്ചും മറുപടി പറയാറുണ്ട്. സ്വാലിഹീങ്ങൾ അങ്ങനെ നിരന്തരം അവരുടെ വാപ്പമാരോട് എന്നും ദിവസം രാവിലെ കാണുമ്പോൾ ഇങ്ങനൊരു വാക്ക് പറയാതെ പോകാറില്ല. യാ അബതി
യർഹമുകല്ലാഹ് കമാ റബ്ബൈതനി സഗീറാ. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വളർത്തിയില്ലേ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വാപ്പ തിരിച്ച് മോനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, എനിക്ക് പ്രായമായപ്പോൾ മോൻ എന്നെ റഹ്മത്ത് ചെയ്തില്ലേ, അല്ലാഹു ചെയ്യട്ടെ. അതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതെ മരിച്ചുപോയ ഉമ്മയും വാപ്പയെ കൊണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല, അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിം, മുസ്ലിമായ പ്രായമുള്ള ഒരു മനുഷ്യനെ ബഹുമാനിക്കുന്നത് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. അല്ലാഹുവിനെ മുമ്പ് കണ്ടിട്ട് ബഹുമാനിച്ച എങ്ങനെ ഉണ്ടാവും? അതുപോലെ അല്ലെങ്കിൽ അല്ലാഹു തആലയെ ഉദ്ദേശിച്ചു ബഹുമാനിക്കുന്ന പോലെ, അല്ലാഹുവിനെ ബഹുമാനിക്കുന്ന പോലെയാണ് നമ്മൾ അല്ലാഹുവിനെ ബഹുമാനിക്കുന്ന തുല്യമാണ് പ്രായമുള്ള ഒരാളെ ആ പ്രായം മാനിച്ച് ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ. ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിം, പ്രത്യേകിച്ചും മുസ്ലിമാണെങ്കിൽ അവരെ പ്രായാധിക്യത്തിന് വേണ്ടി ബഹുമാനിച്ചാൽ അത് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. സീനിയർ സിറ്റിസൺ എന്നൊക്കെ എഴുതി വെക്കില്ലേ ബസ്സിലൊക്കെ, KSRTC-ലൊക്കെ അല്ലേ സീനിയർ സിറ്റിസൺ ഇരിക്കാനുള്ള, ട്രെയിനിലൊക്കെ കാണും സീനിയർ സിറ്റിസൺ. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. പ്രായമുള്ള ആൾ വന്നു ഉടനെ എഴുന്നേറ്റ് കൊടുത്തു, അവിടെ തർക്കിക്കാൻ നിൽക്കൂല, എന്റെ സീറ്റ് നിങ്ങൾ ഇരുന്നോളൂ, നിങ്ങൾക്കാണ് അർഹത. എന്തുകൊണ്ട്? ഒരു മനുഷ്യന്റെ പ്രായം മാനിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ ഒരു വൃദ്ധനായ മനുഷ്യനെ ബഹുമാനിച്ചാൽ ഈ ചെറുപ്പക്കാരന് പ്രായമാകുമ്പോൾ അയാളെ സഹായിക്കാൻ മറ്റൊരാളെ അള്ളാഹു റെഡിയാക്കും, അള്ളാഹു ഏർപ്പാട് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാളെ ബഹുമാനിച്ചാൽ ഇവന് പ്രായം വരുമ്പോ ബഹുമാനിക്കാൻ ആളുണ്ടാവും. കാരണം ഇതൊന്നും നമ്മളാരും ഉദ്ദേശിച്ച് നമ്മളാരും അള്ളാഹിനോട് ചോദിച്ചു വാങ്ങുന്നതല്ല, അള്ളാഹുവിന്റെ ഖളായിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ്, അള്ളാഹുവിന്റെ ഖളായിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രായമുള്ളവരെ ബഹുമാനിക്കുക. ദേശത്തോടുകൂടെ ഒരു ദേഷ്യപ്പെട്ട ഒരു നോട്ടം വാപ്പയോടോ ഉമ്മയോടോ കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഉമ്മാക്കും വാപ്പാക്കും നന്മ ചെയ്തിട്ടില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയോടും ഉമ്മയോടും ദേഷ്യപ്പെട്ട ഒരു നോട്ടം അവരുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു, നീ ചെയ്തില്ല. നന്ദികേട്, ഭയങ്കര നന്ദികേടല്ലത്. നമുക്ക് വിസെടുത്തോടെ കൊണ്ടുവന്ന ആളോട് നമ്മൾ നോക്കും, അങ്ങനെ നോട്ടം നമുക്ക് വിസെടുത്തുന്ന ആളോട് അങ്ങനെ നോക്കുവോ? അല്ലെ, ഗൾഫ് പറയാൻ പറ്റിയ ഉദാഹരണം തന്നെയല്ലേ. ആ നോട്ടം നോക്കുമോ? നമ്മള് നമ്മുടെ ഒരു സീനിയർ ഓഫീസറാന്ന് വിചാരിക്കും, നമ്മൾ നോക്കുവോ? ഇല്ല. പിന്നെ ആരാ? നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാരാ. അതുകൊണ്ടാണ് ഹബീബിന്റെ മുമ്പിലേക്ക് പ്രായമുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പ്രായമുള്ള ഒരു മനുഷ്യന്റെ കൈപിടിച്ച് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഇയാൾ ആരാണ്? അബത്തി, എന്റെ വാപ്പയാണ് നബിയെ. എങ്കിൽ ലാ തംശി ബൈന അബവൈക, നിന്റെ ഉമ്മയുടെയോ വാപ്പയുടെയോ മുമ്പിൽ നീ നടക്കരുതേ. വാപ്പാന്റെ ഉമ്മന്റെ മുമ്പിൽ നടക്കരുത്, ഒരു മുമ്പിൽ നടന്നോട്ടെ, ഒരു പിന്നിൽ നീ പോ. അതൊരു അദബാണെന്ന ഉമ്മയോടും വാപ്പയോടും ചെയ്യുന്ന അദബാണെന്ത്? അവരുടെ മുമ്പിൽ നടക്കാതിരിക്കുക. അവര് മുമ്പിൽ നടക്കട്ടെ, നമ്മൾ ബാക്കിലാവേണ്ടത്, നമ്മൾ മുമ്പിൽ നടക്കരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എത്ര പ്രായമായാലും ഏത് വലിയ മനുഷ്യനായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അമലുണ്ട്. നിങ്ങൾ എത്ര വലിയ സ്ഥാപനങ്ങളുടെ മുതലാളിയോ എത്ര വലിയ ശമ്പളം കിട്ടുന്ന ആളോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത്, വീട്ടിലെ കസേരയിലോ സോഫയിലോ ഇരിക്കുന്ന നേരത്ത് നിങ്ങളുടെ ഉമ്മയോ വാപ്പയോ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ ഏതൊരു മനുഷ്യന്റെയും ബാധ്യതയാണ്. വാപ്പയുമ്മയും എത്ര ചെറുതായിക്കോട്ടെ, നിങ്ങൾ എത്ര വലുതായിക്കോട്ടെ, ആ വരുന്ന വരവിൽ ബഹുമാന പുരസ്സരം എഴുന്നേറ്റ് നിൽക്കണമെന്ന് നബിയിൽ നിന്ന് ദീൻ പഠിച്ച മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കുട്ടികളൊക്കെ എപ്പോഴും ഗെയിം കളിച്ച് അങ്ങനെ ഇരിക്കും അല്ലേ, സലാം പോലും മടക്കൂല. എന്തോ ഒരു വല്ലാത്ത ലോകാണ് ഇതിലെ. അരങ്ങ മൊബൈൽ കളിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക, അവരുടെ മുമ്പിൽ നടക്കാതിരിക്കുക. ഉഫ് എന്ന് പറയില്ലേ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഗതി. ഉഫ് എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യപ്പെട്ടു വരെ എന്തോ പറയാനുണ്ട് പക്ഷെ പറയണില്ല എന്ന ആ ഒരു ദേഷ്യത്തിന്റെ അതുപോലും പാടില്ല എന്നാണ്. അതുപോലും പാടില്ല, പിന്നല്ലേ പറയല്. വല്ലതും പറയാൻ തോന്നുമ്പോൾ പിടിച്ചു നിർത്തൂലേ, അപ്പോഴാണ് ഉഫ് എന്ന് പറഞ്ഞ വാക്ക് വരെ അറബില്. നമ്മൾ അറബിലല്ലാത്തോണ്ട് വരുന്നില്ല എന്ന് മാത്രം. അതുപോലും വലാ തഖുൽ ലഹുമാ ഉഫിൻ പറയല്ലേ, അവരോട് അങ്ങനെ പറയാൻ പാടില്ലേ. ഇതൊക്കെ അല്ലാഹു തആല നിരന്തരമായി പറഞ്ഞുതരാണ്. എന്തിനെന്നറിയോ?
വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. നിന്റെ മസിലുകളും നിന്റെ പേശിയും എല്ലാം ദുർബലമായി നിനക്ക് അല്ലാഹു ദീർഘായുസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മയോ ബാപ്പയോ എത്തിയ ഇതേ സ്ഥാനത്തേക്ക് നീയും എത്താൻ പോകുന്നുണ്ട്. നീയും ഇതേ സ്റ്റേജിലേക്ക് പോവാണ്. നിന്നെപ്പോലെ സുമുഖനായിരുന്നു നിന്റെ വാപ്പ, നിന്നെപ്പോലെ സുന്ദരിയായിരുന്നു മോളെ നിന്റെ ഉമ്മ. പക്ഷെ ഇന്നിപ്പോ വല്യമ്മയായിട്ടുണ്ട്, ഉമ്മാക്ക് വാർദ്ധക്യം വന്നിട്ടുണ്ട്. നിനക്ക് ആയുസുണ്ടെങ്കിൽ ഈ ഉമ്മയുടെ കോലത്തിലേക്ക് നെറ്റിയും മുഖവും എല്ലാം തൊലിയൊക്കെ ചുളിഞ്ഞ് ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് ഒന്നിനും കഴിയാതെ ഇരിക്കാനും നടക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് മോളെ നീയും വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രായമുള്ള ഉമ്മയെ ബഹുമാനിച്ചാൽ നിന്നെ സഹായിക്കാൻ വാർദ്ധക്യത്തിൽ ഒരാളെ അള്ളാഹു ഏർപ്പാട് ചെയ്യും. ബിർറു ആബാഅകും യബർറുകും അബ്നാഉകും ഇഫു തഇഫു ലക്കും അസ്വാജുകും. നിങ്ങൾ വ്യഭിചരിക്കാതിരുന്നാൽ നിങ്ങളുടെ ഭാര്യമാരെ വ്യഭിചരിക്കൂല. നിങ്ങൾ ചാരിത്രശുദ്ധി പാലിച്ചാൽ നിങ്ങളുടെ കുടുംബം ചാരിത്രശുദ്ധി പാലിക്കും. ബിർറു ആബാഅകും യബർറുകും അബ്നാഉകും. നിങ്ങൾ വാപ്പയോട് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറിയാൽ നിങ്ങളുടെ മക്കളും നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറും. വാപ്പയോടോ ഉമ്മയോടോ സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് ഉറക്കയോ ദേഷ്യത്തിലോ സംസാരിക്കുന്നവർ അവർ ഇൻഡയറക്റ്റായി പഠിപ്പിക്കുന്നത് മക്കളെ വലുതാകുന്ന കാലത്ത് നിങ്ങളൊക്കെ വലുതായി വന്നാൽ എന്നോടും ഇങ്ങനെ പെരുമാറിയാൽ മതി എന്ന ഒരു വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ തന്നെയും അതാണ് സ്വന്തം മക്കളെ ഇയാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മക്കളെ ഉമ്മയോട് അങ്ങനെ പറയാൻ പാടില്ല, വാപ്പയോട് അങ്ങനെ പറയരുത്. സ്വരം താഴ്ത്തണം, ശബ്ദം താഴ്ത്തി സംസാരിക്കണം. ഉമ്മയോട് വാപ്പയോട് അങ്ങനെ പറയരുതേ. ഇത് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. നമ്മള് കൊച്ചുകുട്ടികൾ വളർന്നു വരുമ്പോ വാപ്പ ഉമ്മക്ക് സപ്പോർട്ട് ചെയ്യണം, ഉമ്മ വാപ്പയെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ് മക്കൾ വളർത്തേണ്ടത്. നമുക്കൊക്കെ മക്കളുണ്ടെന്നല്ലാതെ നല്ല വാപ്പാവാൻ പറ്റിയിട്ടുണ്ടാവില്ല. നല്ല വാപ്പാവല് പിന്നെ വെല്ലിപ്പാവുമ്പോഴാണ്. അപ്പൊ മക്കളോട് ഭയങ്കര സ്നേഹം. വല്യമ്മാനും കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാകാരം ഉമ്മായ വാപ്പയെക്കാളും. എന്തെന്നറിയോ, വല്യപ്പാക്കും വല്യമ്മാക്കും അന്ന് മനസ്സിലായി ഞാൻ എന്റെ കുട്ടികളെ വളർത്തിയത് ശരിയായിട്ടില്ല, സ്നേഹത്തിലാണ് വളർത്തേണ്ടത്. അപ്പൊ നമുക്കിത് മനസ്സിലാവും നമ്മൾ വല്യമ്മയൊക്കെ ആകുമ്പോ. എന്തെങ്കിലും ഒരു അദബുകേട് ഉമ്മയോട് പറഞ്ഞാൽ വാപ്പ ഒറ്റ കുറിച്ച് മക്കളോട് പറഞ്ഞു, പിന്നെ ആ പറഞ്ഞ ശരിയായിട്ടില്ല കേട്ടോ, ഉമ്മയോട് അങ്ങനെ പറയരുതേ, ഉമ്മയോട് മെല്ലെ പറയാവോ. വാപ്പയോട് കുട്ടി എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു, വാപ്പയിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പിന്നെ വാപ്പയോട് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ, അത് ഉപ്പയാണ്. ഉപ്പയോട് അങ്ങനെ പറഞ്ഞ അള്ളാഹ്ക്ക് ഇഷ്ടാവില്ലേ? അള്ളാഹ്ക്ക് ഇഷ്ടാവണമെങ്കിൽ ഉപ്പയോട് അങ്ങനെ നല്ല സ്നേഹത്തിൽ പറയണം, ശബ്ദം താഴ്ത്തണം, അങ്ങനെ എതിർത്ത് പറയരുത്. ഉമ്മ പറഞ്ഞു കൊടുക്കുക, ഉമ്മക്ക് വല്ലതും ചെയ്താൽ ഉപ്പ പറഞ്ഞു കൊടുക്കുക, ഉപ്പയോട് വല്ലതും ചെയ്താൽ ഉമ്മ. ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കുട്ടികളെ കൊണ്ടുപോയെങ്കിലേ സംഗതി ശരിയാവുള്ളൂ. അല്ലാതെ വാപ്പയോട് കുട്ടി, വാപ്പ വലിയ ജോലിന്റെ ആളാ, അത് പറഞ്ഞോണ്ടിരിക്കുന്നു കുഴപ്പമില്ല, നമ്മളിപ്പോ 21-ാം നൂറ്റാണ്ടിലല്ലേ, പിന്നെ ആ കുട്ടിനെ നന്നാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉമ്മയും വാപ്പയും കുട്ടികളെ പേര് വിളിച്ച് പഠിപ്പിക്കരുത്. നിങ്ങളെ സ്വന്തം പേര് വിളിക്കാൻ പഠിപ്പിക്കരുത്. യാ അബത്തി, വാപ്പ അല്ലെങ്കിൽ ഉമ്മ. ആ ഒരു പേരല്ലാതെ വാപ്പയുടെ പേര് ഖാലിദ് എന്നാണ്. ഖാലിദേ, കുട്ടിയെ വിളിക്കണതേ. വിളിക്കാൻ കാരണം എന്താ? വീട്ടിലുള്ളവരൊക്കെ വിളിച്ചു കേട്ടിട്ടുണ്ട്, അങ്ങനെ കുട്ടിയെ വിളിക്കാൻ തുടങ്ങാണ്. അത് തിരുത്തി കൊടുക്കണം, അങ്ങനെ വിളിപ്പിക്കരുത്. ഉമ്മയുടെ നേരെ പേര് വിളിക്കാൻ, ഫാത്തിമ ആമിന എന്ന കുട്ടിനെ നേരെ വിളിക്കുകയാണെന്ന് വാപ്പ അങ്ങനെ വിളിക്കാറുള്ളത് ഉമ്മയെ. ഇപ്പൊ കുട്ടി കേട്ടിട്ട് വിളിക്കുകയാണ്. അങ്ങനെ ആവരുത്. ഒരിക്കലും ഒരു മക്കൾ വാപ്പയുടെ ഉമ്മയുടെ പേര് വിളിക്കുന്ന അവസ്ഥ വരരുത്. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ പേര് വിളിക്കരുതെന്ന്. ഇനി എത്ര വലിയ അഡ്വാൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. അന്ന് അദബുകേടാണ്. അതൊന്നും ആകെ സിനിമാ സംസ്കാരമാണ്, നമ്മുടെ സംസ്കാരമല്ല. ഭർത്താവിനെ ബഹുമാനത്തിന്റെ വാക്കോ അവർക്ക് ഇഷ്ടപ്പെടുന്ന വാക്കോ ഓമനപ്പേരോ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും പേര് വിളിക്കരുത്. എടാ പോടാനൊക്കെ ഇപ്പോഴത്തെ സംസ്കാരമാണ്, ഫിലിം സംസ്കാരമാണ്. നമുക്കത് പാടില്ലാത്തതാണ്, നമുക്കത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്ന മക്കളാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബപരമായ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ തീർക്കണേ റബ്ബേ. പരസ്പരം പിണങ്ങിയും മിണ്ടാതെയും പരസ്പരം ദേഷ്യത്തിലും കഴിയുന്ന ആളുകളുണ്ട് റബ്ബേ. അവരോടൊക്കെ ഒന്ന് ചെന്ന് മിണ്ടി സലാം പറഞ്ഞ് നന്നാവാനുള്ള മനസ്സ് രണ്ടു കൂട്ടർക്കും നീ കൊടുക്കണം തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെയൊക്കെ എല്ലാ ഫിത്നകളും നീ കാക്കണേ റബ്ബേ. മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മയാണ്. മാതാപിതാക്കളുടെ സുഹൃത്തുക്കളായിരുന്നവരെ ആ സൗഹൃദം പുതുക്കുന്നത് മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മയാണ്. അതൊക്കെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണം റഹ്മാനെ. അല്ലാഹു, ഒരു മരിച്ചുപോയവരാണല്ലോ, ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ്സോടുകൂടി ആഫിയത്തും സലാമത്തും തഖ്വയോടുകൂടി നമ്മൾ ആയുസ് നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. റഹ്മായ റബ്ബേ, വാർദ്ധക്യം ഞങ്ങളിലേക്ക് വന്നെത്തുമ്പോൾ വിട്ടുമാറാത്ത അസുഖങ്ങളൊന്നും തരല്ലേ റബ്ബേ. അല്ലാഹുവേ, പ്രയാസത്തിലാകുന്ന അസുഖങ്ങളൊന്നും തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ വരെ സ്വന്തം
സ്വന്തമായി നിർവഹിക്കത്തക്ക രീതിയിലുള്ള ആഫിയത്തും ആരോഗ്യം ഞങ്ങൾക്ക് എപ്പോഴും നിലനിർത്തി തരണം റഹ്മാനെ. അല്ലാഹുവേ, മറ്റൊരാൾ അവരത്ത് കാണുകയോ അറിയുകയോ ചെയ്യുന്ന ഒരവസ്ഥയില്ല, ഒരവസ്ഥയും ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കാര്യം സ്വന്തമായി തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആരോഗ്യം ഞങ്ങളുടെ മക്കൾക്കോ മറ്റാർക്കോ ഞങ്ങൾ ഭാരമാകാത്തൊരവസ്ഥയിൽ നീ ഞങ്ങൾക്ക് ആയുസ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. അറുതലിൽ ഉംറ നീ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. പറയുന്നത് എന്താ, കേൾക്കുന്നത് എന്താ, ഓർമ്മയൊന്നുമില്ലാതെ വിവരമൊന്നുമില്ലാതെ കിടക്കുന്ന ആ ഒരു കിടപ്പ് നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചു. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ കസലി വനഊദു ബിക മിനൽ അജ്സി വനഊദു ബിക മിനൽ ഹറമി വനഊദു ബിക മിനൽ ബുഖ്ലി യാ അല്ലാഹ്. പടച്ചവനെ, അങ്ങനെ പ്രയാസപ്പെടുന്ന വാർദ്ധക്യം ഞങ്ങൾ ആർക്കും വരാതെ നീ കാക്കണേ റബ്ബേ. അത്തരം പ്രയാസങ്ങളിൽ കഴിയുന്ന രോഗികൾക്ക്, വാർദ്ധക്യം വന്ന ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, വല്യമ്മമാർക്ക് റബ്ബേ എത്രയും പെട്ടെന്ന് നീ സലാമത്തും ആഫിയത്തും തിരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ബന്ധുക്കൾ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, പ്രായമായ ഉമ്മണ്ട്, അല്ലാഹു അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. സലാമത്ത് കൊടുക്കണേ റബ്ബയോട് ദുആരക്കാൻ വേണ്ടി പറഞ്ഞ ഓരോരുത്തരുടെയും എല്ലാ പ്രയാസവും നീക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ ഖബറിനെ നീ വിശാലമാക്കി തരണേ റബ്ബേ. അവിടെ നീ വെളിച്ചമാക്കി തരണേ റബ്ബേ. കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി തരണം റഹ്മാനെ. നാളെ നിന്നെ കാണാനുള്ള ഭാഗ്യം തരണം റബ്ബേ. നിന്റെ റസൂലിനെ കാണാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹു, ജന്നത്തുൽ ഫിർദൗസിലേക്കും അലിയിലേക്കും ഞങ്ങളെ കൊണ്ടുപോകണം റഹ്മാനെ. അല്ലാഹു, ഈ ലോകത്തിന്റെ എല്ലാ വിഷമങ്ങളൊക്കെ മറന്ന് അല്ലാഹു ഒരു ക്ഷീണമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും വരാത്ത നിന്റെ സ്വർഗ്ഗലോകത്ത് ജീവിക്കാനും നിന്റെ ജിവാറിൽ നിന്നെ കണ്ടുകൊണ്ടിരിക്കാനുമുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും തരണം തമ്പുരാനെ. ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ മുഅ്മിനാത്തുകൾക്ക് എല്ലാവർക്കും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാവർക്കും കൊടുക്കണം തമ്പുരാനെ. ഞങ്ങളോട് ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലാഹു അവർക്കും കൊടുക്കണം തമ്പുരാനെ. റഹ്മാൻ റഹീം, ഞങ്ങൾ എല്ലാവരെയും നന്നാക്കി നിന്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും ആക്കി തരണേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറ. നിങ്ങളുടെ ദുആയിലേക്ക് ഉൾപ്പെടുത്തണേ എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.